ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ട് കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പിൻ്റെ വീഡിയോ കേട്ടോ. ഞാൻ ഓൾറെഡി 25 സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇനി 30 സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. നമ്മൾ ക്യാൻവ ആപ്പിലാണ് എഡിറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ A3 ഡോക്യുമെൻറ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ബ്ലാങ്ക് പേജ് വരും. A4ലും വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. A4ൽ 12 വെച്ച് സെറ്റ് ചെയ്യണവരും ഉണ്ട്. ഞാനിപ്പോൾ A3ലാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് A3 ഡോക്യുമെൻറ്റ് ബ്ലാങ്ക് ആയിട്ട് കിട്ടി. അതിൽ ഓപ്ഷൻസ് വരും കേട്ടോ. എലമെൻറ്റ്സ് ഡിസൈൻ, നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഇതിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഗാലറി എന്നുള്ള ഓപ്ഷനാട്ടോ ഞാനിപ്പോൾ സെലക്ട് ചെയ്യണത്. ഗാലറിത്തെ ഓപ്ഷൻ വന്നിട്ട് നമ്മൾ പിൻസ് എന്നുള്ള ഫോൾഡറിൽ പോയിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് കാർട്ടൂൺസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗേൾസിനും ബോയ്സിനും ഡിഫറെൻറ്റ് തീമിലായിരുന്നു ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ബേബി ഗേളിന് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മളൊരു ഗേളി തീം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു സിൻഡ്രല്ല അല്ല, എന്താ ഈ ഇതിനൊന്നും കാർട്ടൂൺസിനൊന്നും പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ സൈസൊന്ന് കറക്റ്റ് ആക്കണം കേട്ടോ. നമ്മൾ തിരിച്ച് വെച്ചിട്ടാണ് ചെയ്യണത്. കാരണം നമുക്ക് കറക്റ്റ് 30 സ്ലിപ്പ് ഇതിൽ ഒരു A3യിൽ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ താഴേക്ക് 6ഉം മേലെ 5ഉം ആയിട്ടാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ്. സൈസ് കറക്റ്റായിട്ടില്ല. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് സ്ലിപ്പിൻ്റെ സൈസ് ചെറുതാക്കി നോക്കിയിട്ട് 6 സെറ്റ് ചെയ്യാനാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ 6 ഇതിൻ്റെ കോപ്പി എടുത്തു. എന്നിട്ട് താഴെ ഓപ്ഷൻസിൽ 3 ഡോട്ട് മോർ എന്നുള്ള 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ഓൾ ലേബൽസും നമ്മൾ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ട് നമ്മളതിനെ ഗ്രൂപ്പ് ചെയ്തെടുത്തിട്ട് ഒന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. അങ്ങനെ 5 കോപ്പി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഭാഗത്ത് കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെയും മേലെയും കുറച്ച് സ്പേസ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടിയും താഴെ 3 ഡോട്ടിൽ പോയിട്ട് സെലക്ട് മൾട്ടിപ്പിൾ കൊടുത്തിട്ട് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത 5 സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് കുറച്ച് പൊസിഷൻ ഒന്ന് നീക്കി കൊടുത്തിട്ട് അത് ഫുള്ള് സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മളതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുത്തിട്ട് കുറച്ചൊന്ന് മേലേക്കും താഴേക്കും ലെങ്ത്തും വിഡ്ത്തും കറക്റ്റാക്കിയിട്ട് ആ പേജിൽ വരുന്ന പോലെ വെക്കുകയാണ് കേട്ടോ. എന്നാൽ കറക്റ്റ് എല്ലാത്തിനും ഒരേ സൈസും നമ്മൾ കറക്റ്റ് A3 ഷീറ്റിലും കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ സൈസൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഫോട്ടോ, നെയിം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വീണ്ടും ഗാലറി ഓപ്ഷൻസിൽ പോയിട്ട് വാട്സപ്പ് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ക്രോപ്പ് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ക്രോപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമുക്ക് ആ സ്ലിപ്പിൽ ഒരു മാക്സിമം അളവിലല്ലേ ഫോട്ടോ ആവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഫോട്ടോ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് അതിനെ നമ്മൾ ഓരോ സ്ലിപ്പിലും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബേബീൻ്റെ ഫോട്ടോ തന്നെയാണ് 12 ഡിഫറെൻറ്റ് ഫോട്ടോസാണ് വെക്കാൻ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. 2 സെറ്റായിരുന്നു അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നെയിം ആഡ് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റിൽ ആഡ് ഹെഡിങ് എന്ന് കൊടുക്കുകയാണ്. ആഡ് ഹെഡിങ് വരുമ്പോൾ നമുക്ക് നെയിം എഴുതാൻ ഉള്ള ഓപ്ഷൻ വരും. അപ്പോൾ അത് നെയിം എഴുതി കൊടുക്കുകയാണ്. ഇതിപ്പോൾ വലിയ സൈസാണ് നമ്മുടെ ഫോണ്ടുകളൊക്കെ. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് നമുക്ക് ഫോണ്ടിൻ്റെ സൈസും കാര്യങ്ങളും
ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് ക്യാൻവ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഫോണിൻ്റെ സൈസ് ഒന്ന് വലുതാക്കിയും ചെറുതാക്കിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഫോണ്ട് സെലക്ട് ചെയ്യാണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോണ്ട് ഉണ്ട് കേട്ടോ അതിൽ. നല്ല വെറൈറ്റി ഫോണ്ടൊക്കെ ഉണ്ട്. ചിലത് നമ്മൾ പർച്ചേസ് ചെയ്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നും മാറ്റി നോക്കുകയാണ് ഏതാണ് നന്നായിട്ടുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ഫോട്ടോൻ്റെ അടുത്ത് വെച്ച് കൊടുക്കണം. ആ ഒരു ബോക്സിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈസ് ഒന്നും കൂടി ഞാൻ കറക്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ആ നെയിം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ കോളത്തിൽ. ഇനി നമ്മൾ വീണ്ടും ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോവുകയാണ്. അതിൽ പോയിട്ട് ആഡ് ഹെഡിങ് എന്ന് കൊടുത്തിട്ട് ക്ലാസ്, ഡിവിഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, സ്കൂള്, നമുക്ക് എന്താ വേണ്ടത്. ചിലവർ റോൾ നമ്പർ ഒക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. ഞാൻ റോൾ നമ്പർ ഇടണില്ല. വേണ്ടവർ അത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വേണ്ടതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മളത് ഇതിപ്പോൾ ബിഗ് സൈസ് ആയതുകൊണ്ട് നമ്മളതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റ് ആക്കണം കേട്ടോ. എല്ലാം നമ്മൾ ആ ഒരു സ്ലിപ്പിൽ കൊള്ളണ പോലെ ആഡ് ചെയ്യാണ്. അതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കുകയാണ്. നമ്മൾ ആ ലേബലിൽ കൊള്ളണ പോലെ സൈസാക്കി കൊടുക്കുകയാണ്. ചെറുതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണ്. പൊസിഷനൊക്കെ മാറ്റിയൊക്കെ, ഫോട്ടോൻ്റെ പൊസിഷനൊക്കെ മാറ്റിയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ നെയിം സ്ലിപ്പിലും ഇതേപോലെ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇനിയുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്ലിപ്പിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതേപോലെ റിപ്പീറ്റ് ചെയ്യല്ല ചെയ്യണം. നമ്മൾ താഴെ മോർ എന്നുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ട് ആ നെയിം, ഫോട്ടോ, പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് എന്ന ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് 3ഉം ഒരു ഗ്രൂപ്പായിട്ട് വരും. ബാക്കി നമ്മൾ സ്ലിപ്പ് ഓൾറെഡി സെലക്ട് ചെയ്താണല്ലോ, അതിനെ കോപ്പി ചെയ്തെടുത്ത് നെക്സ്റ്റ് സ്ലിപ്പിലേക്ക് വെക്കുകയാണ്. ഇതേപോലെ എല്ലാം ചെയ്യുക. നമ്മൾ എത്ര ഫോട്ടോസ് മാറ്റം വേണമെങ്കിലും ആ ഗ്രൂപ്പ് എന്നുള്ള ഇവിടെ അൺഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ ഫോട്ടോ, നെയിമോ എന്താ ചേഞ്ച് ചെയ്യേണ്ടത് വെച്ചാൽ അത് മാത്രം ചേഞ്ച് ചെയ്തിട്ട് മറ്റേത് കോപ്പി എടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം. അതേപോലെ 2 ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നെക്സ്റ്റ് സ്ലിപ്പിക്ക് ഞാൻ വന്നു. അതിൽ നെയിമും ഡീറ്റെയിൽസും ഞാൻ വെച്ചു. അപ്പോൾ ഞാൻ ഫോട്ടോ മാത്രം വേറെ സെലക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണത്, എല്ലാത്തിലും ആ നെയിമും ഇതും സെയിം ആളുടെ ആയതുകൊണ്ട് അങ്ങനെ എല്ലാത്തിലും സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. ഫോട്ടോസ് മാത്രം ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ നെയിം സ്ലിപ്പിലും 30 നെയിം സ്ലിപ്പിലും നെയിമും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് മേലേക്കുള്ള ആരോ മാർക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ PDF പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. PDF പ്രിൻ്റ് തന്നെ സെലക്ട് ചെയ്യണം. കാരണം അപ്പോൾ തന്നെ നമുക്കത് പ്രിൻറ്റിങ് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ സെലക്ട് ചെയ്തത് സേവ് ആയിക്കൊണ്ടിരിക്കണതാണ് ഈ കാട്ടുന്നത്. വെള്ളം നീങ്ങണ പോലെ അല്ല, വെള്ളം എങ്ങനെ പറയുക, എന്തോ ഒരു സംഭവം അതേപോലെ ആയി വരും. നമ്മൾ സെലക്ട് ആകും, ഡൗൺലോഡ് ആകും കേട്ടോ. എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് വരും. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി ഷോപ്പിക്ക് വാട്സപ്പിൽ കൂടെ അയച്ചു കൊടുക്കുകയാണ്. മെയിൽ ID കൂടെയാണ് കുറച്ച് ബെറ്റർ. പക്ഷേ ഷോപ്പുകാരെന്തോ വാട്സപ്പ് കൂടെ എൻ്റെ അടുത്ത് അയക്കാൻ പറയൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.